തിരുവനന്തപുരം കിളിമാനൂരിൽ അപകടത്തിൽപ്പെട്ട ടാങ്കറിൽ നിന്ന് ഇന്ധനം മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. BPCLന്റെ പ്രത്യേക ടീമാണ് ഇന്ധനം മാറ്റുന്നത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവർണറുടെ വാഹന വ്യൂഹത്തിന്റെ റൂട്ട് മാറ്റി. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, എപ്പോഴത്തേക്ക് ഈ നടപടികൾ പൂർത്തിയാക്കാനാകും? ആ പ്രദേശത്ത് വൈദ്യുതി ബന്ധമടക്കം വിച്ഛേദിച്ചിരുന്നു. അതൊക്കെ പുനഃസ്ഥാപിക്കാൻ ഇനി എത്ര സമയമെടുക്കും? ഗോകുൽ, കിളിമാനൂർ തട്ടത്തിൻ മലയിൽ ഈ ഇന്ധന ടാങ്കർ കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോട് കൂടിയാണ് മറയുന്നത്. ഇന്ന് വൈകിട്ടോട് കൂടിയാണ് 7 മണിയോട് കൂടിയാണ് ഇന്ധനം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റാനുള്ള ശ്രമം BPCL ഉദ്യോഗസ്ഥരെത്തി ആരംഭിച്ചത്. ഇത് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇനിയും ഏകദേശം 5 മണിക്കൂറോളം സമയം ഇന്ധനം മാറ്റാൻ എടുക്കുമെന്നാണ് നിലവിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഈ നിലവിൽ ടാങ്കർ കിടക്കുന്നത് ഒരു ആഴമുള്ള പ്രദേശത്താണ്. ഇവിടെ നിന്നും ഇന്ധനം പൈപ്പ് വഴി മുകളിൽ മറ്റൊരു ടാങ്കറിൽ എത്തിക്കണം. ഇതിന് കുറച്ചധികം സമയം എടുക്കും. ഇതിനുള്ളിൽ 5 അറകളിലായാണ് ഇന്ധനം ഉള്ളത്. ഈ 5 അറകളുടെ ഇന്ധനവും പുറത്തേക്ക് മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റണം. ഇതിനാണ് ഇത്രയും അധികം സമയം എടുക്കുക എന്നാണ് ഇവർ പറയുന്നത്. ഇന്ധനം പൂർണ്ണമായി മാറ്റിയതിനു ശേഷം മാത്രമായിരിക്കും ഈ തോട്ടിൽ നിന്ന് ഈ അപകടത്തിൽ ആയ ടാങ്കർ ലോറി പുറത്തെടുക്കുക. കാരണം അല്ലാതെ പുറത്തെടുക്കുന്ന ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്പാർക്ക് ഉണ്ടായാൽ അത് വലിയ അപകടത്തിന് കാരണമാകുമെന്നാണ് നിലവിൽ ഫയർഫോഴ്സിന്റെയും മറ്റും വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇന്ധനം മാറ്റിയ ശേഷമായിരിക്കും ടാങ്കർ പുറത്തെടുക്കുക. എന്തായാലും കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി 17ലധികം മണിക്കൂറുകളായി പ്രദേശത്ത് വൈദ്യുതി ബന്ധം ഉൾപ്പെടെ വിച്ഛേദിച്ചിട്ടുണ്ട്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റും ഇന്നലെ രാത്രി 2 മണിയോട് അപകടമുണ്ടായ ഘട്ടത്തിൽ ഇവിടെ എത്തിയതാണ്. അവർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശത്തെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്ത് തുടരുന്നുണ്ട്. എന്തായാലും പ്രദേശത്ത് ഇപ്പോഴും വലിയ ജാഗ്രത തുടരുകയാണ്. ഈ ഇന്ധനം പൂർണ്ണമായി മാറ്റി ടാങ്കർ ഉയർത്തിയതിനു ശേഷം മാത്രമായിരിക്കും പ്രദേശത്തെ വൈദ്യുതി ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനഃസ്ഥാപിക്കുക. ഈ പ്രദേശത്തെ ജനങ്ങൾ ഈ ഒരു പ്രശ്നം കാരണം വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ ഇന്ധന ടാങ്കർ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട വലിയ കാലതാമസം ഉണ്ടായെന്ന നാട്ടുകാർക്കും മറ്റും ആക്ഷേപമുണ്ട്. അവർ ചെറിയ തോതിൽ പ്രദേശത്ത് പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഫയർഫോഴ്സും ഒപ്പം BPCL അധികൃതരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ ഈ ഇന്ധനം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റിയ ശേഷം ഈ അപകടത്തിൽപ്പെട്ട ടാങ്കർ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ക്രെയിൻ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സുമായി വിവരം തേടിയിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ അവസ്ഥ വിലയിരുത്തിയിരുന്നു. എന്തായാലും നിലവിൽ അപകടത്തിൽപ്പെട്ട ടാങ്കറിൽ നിന്ന് മറ്റൊരു ടാങ്കറിലേക്ക് ഇന്ധനം പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം സമയം ഇതിനെടുക്കും. 5 മണിക്കൂറിലധികം എടുക്കുമെന്നാണ് നിലവിൽ ഫയർഫോഴ്സും BPCL അധികൃതരും പറയുന്നത്. എന്തായാലും പ്രദേശത്തുള്ള ആളുകളെ മറ്റും മാറ്റിക്കൊണ്ടാണ് ഇതിന് ചുറ്റും കൂടിയുന്ന ആളുകളെയും മറ്റും മാറ്റി വളരെ സുരക്ഷിതമായാണ് ഇന്ധനം മാറ്റൽ പുരോഗമിക്കുന്നത്. എന്തായാലും 5 മണിക്കൂറോളം എടുക്കും. ഇതിനുശേഷമായിരിക്കും പ്രദേശത്തെ വൈദ്യുതി ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ഗോകുൽ, ശരി. AV ജയശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കിളിമാനൂരിലാണ് ടാങ്കർ മറിയുന്നത്. ടാങ്കറിൽ നിന്ന് ഇന്ധനം മാറ്റുന്ന പ്രക്രിയ തുടരുകയാണ്. പ്രദേശവാസികൾക്ക് വൈദ്യുതി വിച്ഛേദിച്ച അടക്കം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമാണെങ്കിൽ പോലും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്.